ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെയാണ് കൊത്തി അരിഞ്ഞത്. നമുക്ക് ക്യാബേജ് കൊത്തിയിരിക്കുന്ന പോലെ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ കൊത്തി കൊത്തി അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഒരു കഷ്ണം ഇഞ്ചി മാറ്റി വെച്ചിരുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണേ. ഉണ്ട്, ഇതുപോലെ നല്ല കനം കുറച്ചരിയണം. എന്നിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ല തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഇത്തിരി അധികമുണ്ട്. നല്ല വലിപ്പമുള്ള പച്ചമുളകാണ്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതുപോലെ തന്നെ വട്ടത്തിൽ എല്ലാം അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇഞ്ചി ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചത്, അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോവുകയെ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 100 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമുക്ക് എണ്ണയിലും ഉണ്ടാക്കാം, പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഞാൻ ഒരു കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കായം നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു വലിപ്പമുള്ള കായാണ്. ചെറിയൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിപ്പമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഈ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കണേ. ഞാനിങ്ങനെ കയ്യിലും കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്ത് ഇതുപോലെ. അപ്പം 4-5 കഷ്ണമായിട്ട് കിട്ടിയേ. അപ്പം നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് മുരിഞ്ഞ്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉലുവ അതും കൂടി ഇട്ട് കൊടുക്കണേ. ഉലുവ നല്ലതുപോലെ പൊട്ടണം. ഉലുവ പൊടിയുണ്ടെങ്കിൽ അതിട്ടാലും മതി. എൻ്റെ അടുത്ത് ഇവിടെ ഉലുവപ്പൊടിയില്ല, അതുകൊണ്ടാണ് ഞാൻ മുഴുവനുമായിട്ടുള്ള ഉലുവ എടുത്തത്. എന്നിട്ടിത് കോരി മാറ്റാം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. തീ കുറച്ചിട്ടിട്ട് വേണേൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഉലുവയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വങ്ങിപ്പോകും തീ കൂടിക്കഴിയുമ്പോൾ. ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നല്ല പൊടി പോലെ കൊത്തി അരിയണേ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് നല്ലതുപോലെ ഇതുപോലെ വറുത്തെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയേ, തരിതരിപ്പോട് കൂടി. ഇനി ഇതിവിടെ കിടന്ന് നല്ലതുപോലെ മൂക്കട്ടെ. ആദ്യം തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊരു പകുതി വേവാകുമ്പോഴത്തേനും ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കണേ. ആ സമയത്ത് നമുക്ക് ഈ കായവും ഉലുവയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇഞ്ചി അവിടെ കിടന്ന് മൂക്കട്ടെ. നല്ലപോലെ അമർത്തി ഇടിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ഇഞ്ചി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഓണസദ്യക്ക് ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് ഓണസദ്യ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നമുക്കുണ്ടായതാണ്.
വേണ്ടുവോളം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇത്തവണ. നല്ലതുപോലെ മൂക്കട്ടെ പച്ചമുളകും കൂടെ. ഇനി ഇതിലേക്കൊരു 5 വറ്റൽമുളക് 2ആക്കി മുറിച്ചിട്ട് കൊടുക്കണേ. ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, കറുത്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. ഇനി ഇത് നല്ലതുപോലെ മൂത്ത് കിട്ടും. ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഇത്തിരി ഒരു തെളിഞ്ഞ പാത്രത്തിലുണ്ടാക്കുന്നതാണ് നല്ലത്. നമുക്കതിൻ്റെ മൂപ്പൊക്കെ അറിയാൻ പറ്റും. ഇനി 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറുത്ത ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂപ്പറിയാൻ പറ്റില്ല. ഇങ്ങനത്തെ ചട്ടിയാകുമ്പോൾ മൂപ്പറിയാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇഞ്ചി മൂത്തൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഒരുമാതിരിയൊക്കെ മൂത്തിട്ടുണ്ട്. ആ ഇഞ്ചി മൂത്ത് വന്നപ്പോഴത്തേനും ആ വെളിച്ചെണ്ണയൊക്കെ പുറത്തേക്ക് തള്ളിപ്പോകുന്നത് കണ്ട. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉള്ള പോലെ. ഇതിലേക്ക് 1 ടീസ്പൂൺ കായവും ഉലുവയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. 1/2 ടീസ്പൂൺ മതിയേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. 2 സ്പൂൺ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ചിടണേ. ഈ ചട്ടിക്ക് കനമുള്ളത് കൊണ്ട്, അടിയുള്ള ചട്ടി ആയതുകൊണ്ട് മുളക് പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞും പോകരുത്. ആ ഇഞ്ചിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവേ. കണ്ടോ, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 100 ഗ്രാം പുളി, വാളംപുളി പിഴിഞ്ഞ് വെച്ചിരുന്നതാണിത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി എടുക്കുമ്പോൾ എപ്പോഴും പഴകിയ പുളി എടുക്കണേ. പുതിയ പുളി എടുക്കരുത്. പുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വർഷത്തെ പുളി എടുക്കാതെ കഴിഞ്ഞ വർഷത്തെ പുളി ഇരിപ്പുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ലൊരു നിറം കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ആ പുളിയൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. പുളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കണേ. അപ്പം ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാമിൽ കൂടുതൽ ശർക്കരയുണ്ട്. അധികം വെള്ളം ഒഴിക്കാതെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പുളിയൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി വെള്ളം നീട്ടിയെടുക്കുക. എന്നാന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ശർക്കര എടുക്കുമ്പോഴും അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വരും. അതിലും നല്ലത് പുളി എടുക്കാൻ നേരത്ത് ഇത്തിരി നീട്ടിയെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഒന്ന് വറ്റിക്കിട്ടട്ടെ. ആ പുളിയും ശർക്കരയൊക്കെ നല്ലതുപോലെ വറ്റണം. അപ്പോൾ കുറുകിയൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നല്ലൊരു നിറമൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വെള്ളം വറ്റിയും പോകരുതേ. ഇനി നമുക്ക് ബാക്കിയുള്ള കായവും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇരിക്കുമ്പം നല്ലതുപോലെ കുറുകും.
ഒരു 10 മിനിറ്റ് ഇത് ഇരിക്കുമ്പോഴത്തേനും ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ ഇത് നല്ല കുറുകലാവും. നമ്മൾ ഇലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകാത്ത തരത്തിൽ കിട്ടും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഓണത്തിന് ഇങ്ങനെ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കാൻ മറന്നു പോകരുതേ. ആ പുളിയും ഉപ്പും മധുരവും എല്ലാം എരിവും ഒക്കെ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.